നിങ്ങൾ ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞിട്ട് ദുബായിൽ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് നോക്കുന്ന ഒരാളാണോ? അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കാണും. കാര്യം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് ഏതൊക്കെ പ്രൊഫഷനാണ് ദുബായിൽ ഏറ്റവും കൂടുതൽ സാലറി കിട്ടുന്നതെന്നും എത്രത്തോളം ജോലിക്ക് സാധ്യത ഉണ്ടെന്നും. നിങ്ങൾ ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ പ്രൊഫഷൻ ആ ഒരു കൂട്ടത്തിൽ പെട്ടതാണോ ഇല്ലയോ എന്നുള്ളത്. ഹബീബി, കം ടു മൈ ചാനൽ. നമ്മളൊക്കെ വളരെ പണ്ട് കാലം പെടും, അതായത് ഒരു 90s തൊട്ടേ കേൾക്കുന്ന ഒരു കാര്യമാണ്, ഗൾഫിൻ്റെയൊക്കെ കാലം കഴിഞ്ഞു, ഇനി ഗൾഫിലൊന്നും വലിയ ചാൻസ് ഇല്ല, ഗൾഫിൽ പോയവരൊക്കെ തിരിച്ചു വരും. ഇങ്ങനെ നമ്മൾ കേട്ട് കേട്ട് മടുത്തൊരു കാര്യമാണ്. എന്നാൽ ഈ പറയുന്ന ആൾക്കാർ പറയും, കേൾക്കുന്ന ആൾക്കാർ കേൾക്കും. എന്നാൽ ഗൾഫ് പൂർവാധികം ശക്തിയോടെ ഓരോ ഘട്ടം കഴിയുമ്പോഴും വളർന്നുകൊണ്ടും വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫഷന് എത്രത്തോളം ഇവിടെ ജോലി സാധ്യതയുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം അതിന് ശമ്പളം കിട്ടും, അതിനെ INR കൺവേർട്ട് ചെയ്തിട്ട് എത്രത്തോളം കിട്ടുന്നു എന്നൊക്കെ നോക്കിയിട്ട് നിങ്ങൾ വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ട് കയറി വന്നാൽ മതി. അപ്പം ഞാൻ അങ്ങനെയുള്ള ഒരു കുറച്ച് പ്രൊഫഷൻസ് ഏതൊക്കെയാണെന്ന് പറയാം. ആദ്യത്തെ നമുക്ക് IT പ്രൊഫഷൻ തന്നെ. എന്തുകൊണ്ടാണ് IT പ്രൊഫഷൻസിന് ഇത്രയും ഡിമാൻഡ് ദുബായിലും ചോദിച്ചു കഴിഞ്ഞാൽ, ദുബായ് ഒരു ഗ്രോയിങ് സിറ്റിയാണ്. അതായത് IT ഹബ്ബ് ഈ പല മേഖലയിൽ, വിനോദം, റിയൽ എസ്റ്റേറ്റ്, അങ്ങനെ എല്ലാ മേഖലയിലും ഭയങ്കരമായിട്ട് ബൂമിംഗ് ആയിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റിയാണ് ദുബായ്. സോ അതുകൊണ്ട് തന്നെ ടെക്നോളജി ബേസിൽ, അല്ലെങ്കിൽ ഒരു ടെക്നിക്കലായിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയും ഭയങ്കരമായിട്ട് വളർന്നുകൊണ്ട് തന്നെ ഒരുപാട് IT പ്രൊഫഷനായിട്ടുള്ള ടെക്നീഷ്യൻസിനെ ഇവിടെ ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന IT മേഖലയിൽ ഒരുപാട് സാധ്യത കൂടുതൽ. ഇപ്പോൾ IT മേഖലയിൽ സാധ്യതയുള്ള കുറച്ച് ജോലികൾ അല്ലെങ്കിൽ പ്രൊഫഷൻസ് ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം. 1, സോഫ്റ്റ്വെയർ ഡെവലപ്പർ. 2, വെബ് ഡെവലപ്പർ. 3, IT സപ്പോർട്ട് സ്പെഷ്യലിസ്റ്റ്. 4, ഡേറ്റ അനലിസ്റ്റ് ആൻഡ് സിസ്റ്റം എഞ്ചിനീയർ. ഇനി ഇവർക്ക് കിട്ടുന്ന ഒരു ആവറേജ് സാലറി പറയാം. അത് അവരുടെ എക്സ്പീരിയൻസിനെയും അവരുടെ ഗ്രാജുവേഷനെയും പിന്നെ ബേസ്ഡ് ഓൺ ദെയർ ഇന്റർവ്യൂ പെർഫോമൻസ് ഇതെല്ലാം നോക്കിയിട്ടായിരിക്കും വരുന്നത്. ഞാനൊരു അപ്രോക്സിമേറ്റ് ആവറേജ് സാലറി പറഞ്ഞാൽ 8,000 ദിർഹം മുതൽ 12,000 ദിർഹംസ് വരെയാണ് ഒരു മാസം അവർക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന സാലറി. അതായത് INR നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1,80,000 മുതൽ 2,70,000 രൂപ വരെ ഇവർക്ക് സാലറി കിട്ടാൻ സാധ്യതയുണ്ട്. അടുത്തതാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് ഏറ്റവും കൂടുതൽ ഒരു പ്രോഡക്റ്റ് സെല്ല് ചെയ്യാനെ കൊണ്ട്, അല്ലെങ്കിൽ അതിന് മാർക്കറ്റിംഗ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മീഡിയ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളാണ്. പണ്ടൊക്കെ നമ്മളൊരു പരസ്യം കൊടുക്കണമെങ്കിൽ പത്രത്തിൻ്റെ പേജിൽ കോളം വരച്ച് ആ കോളത്തിൽ ഇത്ര രൂപയ്ക്കൊക്കെയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ പിന്നെ ടെലിവിഷൻ ആഡ് വന്നു, പിന്നീട് ഇങ്ങനെയൊക്കെയായിരുന്നു. എന്നാൽ ഇന്ന് അത് മാറി, ട്രെൻഡ് മാറി, കാലം മാറി, കോലം മാറി, ടെക്നോളജി മാറി. ഇന്ന് ഏറ്റവും കൂടുതൽ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആ പ്രോഡക്റ്റ് സെല്ല് ചെയ്യാൻ നിങ്ങൾ യൂസ് ചെയ്യുന്ന മീഡിയ എന്ന് പറയുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഏതൊരു കമ്പനിക്കും, പ്രത്യേകിച്ച് ഇവിടെ വളർന്നു ഈ ദുബായ് പോലൊരു ഹബ്ബിൽ ഏതൊരു കമ്പനിക്കും അവരുടെ സ്വന്തമായിട്ടൊരു സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് വിങ് ഉണ്ടാവും. അവിടെ ഈ പറയുന്ന ഡിജിറ്റൽ മീഡിയയായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ഒരുപാട് എംപ്ലോയീസ് ഉണ്ടാവും. കാര്യം അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ള പ്രൊഫഷണലിൽ ഒന്ന് തന്നെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വരുന്ന കുറച്ച് പ്രൊഫഷൻസ് ഞാൻ ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. 1, ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റ്. 2, ഡിജിറ്റൽ മീഡിയ മാനേജർ. 3, SEO ഓർ SEM സ്പെഷ്യലിസ്റ്റ്. 4, കണ്ടന്റ് റൈറ്റർ. 5, PPC സ്പെഷ്യലിസ്റ്റ്. ഇനി ഇവർക്ക് കിട്ടുന്ന ഒരു ആവറേജ് സാലറി റേഞ്ച് എത്രയാണെന്ന് ചോദിച്ചാൽ 7,000 ദിർഹം മുതൽ 12,000 ദിർഹം വരെ ഒരു മാസം ഇവർക്ക് കിട്ടാവുന്ന ആവറേജ് റേഞ്ച് ആണ്. ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സ്പീരിയൻസ്, ഗ്രാജുവേഷന്, ഇന്റർവ്യൂ ബേസ്ഡ് ഓൺ ഇന്റർവ്യൂ പെർഫോമൻസ്. INR കൺവേർട്ട് ചെയ്താൽ 1,60,000 മുതൽ 2,77,000 രൂപ വരെ നിങ്ങൾക്ക് ഏൺ ചെയ്യാം. ഇനി മൂന്നാമത്തെ പ്രൊഫഷൻ ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിങ്. ഏതൊരു ഫേമിനും വേണ്ട ആവശ്യമായിട്ടുള്ളൊരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിങ് എന്നുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഈ ദുബായിൽ ഒരുപാട് മേഖലകളുണ്ട്. ലൈക്ക് റിയൽ എസ്റ്റേറ്റ് ഉണ്ട്, ടൂറിസം ഉണ്ട്, ഹോസ്പിറ്റാലിറ്റി ഉണ്ട്, ഹെൽത്ത് കെയർ ഉണ്ട്, ടെക്നോളജി ഉണ്ട്, അങ്ങനെ പല മേഖലയുള്ള കമ്പനികളുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ എല്ലാ കമ്പനികൾക്കും ഒരു ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിങ് വിങ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ടീം ഉണ്ടാവും. ഈ ടീമിന് ഞാൻ പറയുന്ന മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രൊഫഷൻസിന് ആവശ്യമുണ്ടാവും. ഈ ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിങ് മേഖലയിലുള്ള ചില കോമൺ റോളുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അക്കൗണ്ടന്റ്, ഫിനാൻഷ്യൽ അനലിസ്റ്റ്, ജൂനിയർ ഓഡിറ്റർ, ടാക്സ് കൺസൾട്ടന്റ്, പിന്നെ ബുക്ക് കീപ്പർ. ഇവരുടെ ഒരു മന്ത്ലി സാലറി റേഞ്ച് എന്ന് പറയുന്നത് 6,000 ദിർഹം മുതൽ 12,000 ദിർഹത്തിനുള്ളിൽ. അതായത് 1,60,000 മുതൽ ഒരു 2,77,000 വരെ. ഇതും എക്സ്പീരിയൻസ്, ഗ്രാജുവേഷന് വെച്ചിട്ടായിരിക്കും. ഇനി അടുത്തത് സെയിൽസ് ആൻഡ് ബിസിനസ് ഡെവലപ്മെന്റ്. നമുക്കറിയാം, ഈ സെയിൽസ് പ്രൊഫഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഫിക്സഡ് സാലറി അല്ല. അത് സാലറി പ്ലസ് കമ്മീഷൻ ആയിരിക്കാം, ചിലപ്പം കമ്മീഷൻ മാത്രമായിരിക്കാം. ഈ സെയിൽസ് ആൻഡ് ബിസിനസ് ഡെവലപ്മെന്റിന് വേണ്ട, അല്ലെങ്കിൽ ആ ഒരു പ്രൊഫഷൻ വേണ്ട ആൾക്കാർക്ക് വേണ്ട 1-2 കാര്യം എന്ന് പറയുന്നത്, നാട്ടിൽ നിന്ന് വരുന്നവരോടാണ് ഞാൻ പറയുന്നത്. 1, നിങ്ങൾക്ക് മസ്റ്റായിട്ടും നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം. അതേപോലെ തന്നെ നിങ്ങളൊരു ക്ലയന്റിനെ കണ്ടാൽ ആ ക്ലയന്റിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൺവീൻസ് ചെയ്ത് അവരെ കൊണ്ട് ആ ഒരു ബിസിനസ് ഇൻവെസ്റ്റ് ചെയ്യിക്കാൻ, അല്ലെങ്കിൽ ആ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യിപ്പിക്കാനെ കൊണ്ടുള്ള ഒരു
സംസാര ശൈലി വേണം, അല്ലെങ്കിൽ അതിന് വേണ്ടിയുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് വേണം. ഈ സെയിൽസ് ആൻഡ് ബിസിനസ് ഡെവലപ്മെന്റിലെ ചില കോമൺ റോളുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ സെയിൽസ് എക്സിക്യൂട്ടീവ്, ബിസിനസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ്, അക്കൗണ്ട് മാനേജർ ആൻഡ് സെയിൽസ് സപ്പോർട്ടർ. ഇവരുടെ ഒരു ആവറേജ് സാലറി 5000 മുതൽ 10000 വരെയാണ്. എന്തുകൊണ്ട് ഈ പ്രൊഫഷണൽസുകൾക്ക് സാലറി റേഞ്ച് കുറഞ്ഞു എന്ന് ചോദിച്ചാൽ അവർക്ക് സാലറി മാത്രമല്ല സാലറി പ്ലസ് കമ്മീഷനാണ്. സോ അതുകൊണ്ട് തന്നെ അവർക്ക് തീരുമാനിക്കാം അവർക്ക് എത്ര ഒരു മാസം ഏൺ ചെയ്യണം എന്നുള്ളത്. ഈ ആവറേജ് സാലറി 5000 മുതൽ 10000 എന്ന് പറയുന്നത് 1 ലക്ഷം മുതൽ 2 ലക്ഷം രൂപയ്ക്ക് അകത്ത്. അടുത്തൊരു മേഖല എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് അഥവാ HR ഡിപ്പാർട്ട്മെന്റ്. നമ്മളിപ്പോൾ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്താൽ ഈ കമ്പനിയിൽ ആദ്യം ജോയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ ആദ്യം റിക്രൂട്ട് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് HR ഡിപ്പാർട്ട്മെന്റ് ആണ്. ഈ HR ഡിപ്പാർട്ട്മെന്റ് ഹയർ ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ആ ഒരു ടീമിനെ ഹയർ ചെയ്തതിന് ശേഷമാണ് ഈ ടീമായിരിക്കും ബാക്കിയുള്ള ഈ ഡിപ്പാർട്ട്മെന്റുകളിലേക്കുള്ള എംപ്ലോയീസിനെ ഇന്റർവ്യൂ ചെയ്ത് സോർട്ട് ഔട്ട് ചെയ്ത് അവരെ അപ്പോയിൻമെന്റ് ചെയ്യുന്നത്. അപ്പം ഈ അപ്പം മനസ്സിലാക്കാമല്ലോ ഈ HR ഡിപ്പാർട്ട്മെന്റ് എത്രത്തോളം ആ ഒരു കമ്പനിയിൽ ഏതൊരു മേഖലയിലായിക്കോട്ടെ ഏതൊരു പർട്ടിക്കുലർ കമ്പനി ആയിക്കോട്ടെ ഈ ഒരു കമ്പനിയിൽ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുള്ളത്. അപ്പം ഈ ഒരു HR മേഖലയിലുള്ള കുറച്ച് കോമൺ റോളുകൾ ഏതൊക്കെയാണെന്ന് പറയാം. HR കോർഡിനേറ്റർ, റിക്രൂട്ട്മെന്റ് സ്പെഷ്യലിസ്റ്റ്, HR മാനേജർ, പിന്നെ HR അസിസ്റ്റന്റ്, ലേണിംഗ് ആൻഡ് ഡെവലപ്മെന്റ് സ്പെഷ്യലിസ്റ്റ്. ഇനി ഇവർക്ക് കിട്ടുന്ന ഒരു ആവറേജ് സാലറി എത്രയാണെന്ന് വെച്ചാൽ 6000 ദിർഹം മുതൽ 12000 ദിർഹം വരെ. അടുത്തതെന്ന് പറയുന്നത് റിയൽ എസ്റ്റേറ്റ് ആണ്. നിങ്ങൾ ചോദിക്കും ഈ റിയൽ എസ്റ്റേറ്റിന് എന്താണ് ഇത്രയ്ക്ക് ഡിമാൻഡ് ദുബായിലെന്ന്. ശരിക്കും പറഞ്ഞാൽ ലോകത്തിലേക്കും ഏറ്റവും വലിയ റിയൽ എസ്റ്റേറ്റ് ബൂമിങ് നടക്കുന്ന സിറ്റികളിൽ ഒന്നാണ് ദുബായ്. കാര്യം ദുബായ് അത്രത്തോളം ദുബായിൽ ഡെവലപ്മെന്റ് ആണ് നടക്കുന്നത്. ദിനം പ്രതി പുതിയ പുതിയ പ്രോജക്റ്റുകളാണ് ലോഞ്ച് ചെയ്യുന്നത്, പുതിയ ഡെവലപ്പിംഗ് കമ്പനികളാണ് ലോഞ്ച് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ലോകത്തിന്റെ പല ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ പല രാജ്യത്തു നിന്നുള്ള ഇൻവെസ്റ്റേഴ്സ് ദുബായിൽ വന്നിട്ട് ദുബായിൽ ഇൻവെസ്റ്റ് ചെയ്യും. ശരിക്കും പറഞ്ഞാൽ നാളത്തെ ഫ്യൂച്ചർ എന്താണെന്ന് ചോദിച്ചാൽ ദുബായ് എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഇൻവെസ്റ്റേഴ്സ് വന്നിട്ട് ഇപ്പോഴേ അവർ ഇൻവെസ്റ്റ് ചെയ്യും. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന്റെ എണ്ണത്തിൽ ഇന്ത്യയാണ് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു രാജ്യം. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന ഒരു ആൾക്ക് ഒരു റിയൽ എസ്റ്റേറ്റ് പ്രൊഫഷണലായിട്ട് വന്ന് ഇവിടെ നിന്നാൽ വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന ഒരു ക്ലയന്റിനെ പിച്ച് ചെയ്ത് ആ ഡീൽ ക്ലോസ് ചെയ്താൽ ഇവർക്കൊരു വലിയ എമൗണ്ട്, ഇന്ത്യൻ മണി നോക്കുവാണെങ്കിൽ ഒരു വലിയ എമൗണ്ട് ഇവർക്ക് കമ്മീഷൻ ബേസിൽ കിട്ടും. അതായത് ഷോർട്ട് ടൈമിൽ കൂടുതൽ മണി ഏൺ ചെയ്യാൻ പറ്റും. എഞ്ചിനീയേഴ്സ്, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു ചൊല്ലുണ്ട്, ഒരു കല്ലെടുത്ത് നമ്മൾ മേപ്പോട്ടിട്ട് അത് നേരെ താഴെ വന്ന് പതിക്കുന്നത് ഏതെങ്കിലും ഒരു എഞ്ചിനീയറുടെ തലയ്ക്കായിരിക്കും. കാര്യം അത്രത്തോളം നമ്മുടെ നാട്ടിൽ ഈ എഞ്ചിനീയറിംഗ് പ്രൊഫഷനിൽ പിള്ളേർ പോകുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ പഠിക്കുന്നവർക്കൊന്നും നമ്മുടെ നാട്ടിൽ ജോലി കിട്ടുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം. അങ്ങനെയുള്ള ആളുകളോടാണ് നിങ്ങൾ ദുബായ്ക്ക് പോരും, നിങ്ങൾക്ക് നല്ല സാലറിയിൽ ഇഷ്ടം പോലെ ഇവിടെ ജോലിയുണ്ട്. കാര്യം ദുബായിൽ എഞ്ചിനീയേഴ്സിന് അത്ര ഡിമാൻഡുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു ദുബായ് വളരുന്ന ഒരു സിറ്റിയാണ്. അതായത് ഇപ്പം സിവിൽ എഞ്ചിനീയർ ആണെന്നുണ്ടെങ്കിൽ റിയൽ എസ്റ്റേറ്റ് അത്ര ബൂമിംഗ് ആണ്. ഡെയിലി പുതിയ പ്രൊജക്റ്റുകൾ ലോഞ്ച് ചെയ്യുവാണ്, അതെല്ലാം കൺസ്ട്രക്ട് ചെയ്യണം. അപ്പം സിവിൽ എഞ്ചിനീയേഴ്സിന് ധാരാളം ഇവിടെ വേക്കൻസീസ് ഉണ്ട്. അതുപോലെ മെക്കാനിക്കൽ ആണെങ്കിലും ഇലക്ട്രിക്കൽ ആണെങ്കിലും ഇവർക്കെല്ലാം ഈ പറയുന്ന പല മേഖലകളിലും പല ഡെവലപ്മെന്റിലും ഈ പറയുന്ന എഞ്ചിനീയേഴ്സിനൊക്കെ ഒരുപാട് സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾ കയറിപ്പോര്. നാട്ടിൽ നിന്ന് വെറുതെ വളരെ തുച്ഛമായ ശമ്പളത്തിൽ ജോലി ചെയ്യാതെ ഇവിടെ വന്ന് നല്ല ശമ്പളത്തിൽ നിങ്ങളുടെ ആ ഒരു ഗ്രാഫിനനുസരിച്ച് നിങ്ങൾ ജോലി ചെയ്യും. ഇനി ഈ പറയുന്ന എഞ്ചിനീയറിംഗ് മേഖലയിലെ കോമൺ ആയിട്ടുള്ള റോളുകൾ ഏതാണെന്ന് ചോദിച്ചാൽ സിവിൽ എഞ്ചിനീയർ, മെക്കാനിക്കൽ എഞ്ചിനീയർ, ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആൻഡ് സൈറ്റ് എഞ്ചിനീയർ. ഇനി ഇവർക്ക് കിട്ടുന്ന ഒരു ആവറേജ് സാലറി എന്ന് പറയുന്നത് 7000 ദിർഹംസ് മുതൽ 12000 ദിർഹംസ് വരെ. അടുത്തത് ഹോസ്പിറ്റാലിറ്റി ആൻഡ് ടൂറിസം. ഞാൻ നേരത്തെ പറഞ്ഞു ദുബായ് വളരുന്നൊരു ഹബ്ബാണ്. അതുപോലെ തന്നെ ദുബായ് വിനോദത്തിനും അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റിനും ടൂറിസത്തിനും ഒക്കെ വലിയ ഒരു സ്പേസ് കൊടുത്തുകൊണ്ട് തന്നെയാണ് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ ദിനം പ്രതി അല്ലെങ്കിൽ വർഷാവർഷം ദുബായിലേക്ക് കടന്നു വരുന്ന ടൂറിസ്റ്റുകളുടെ എണ്ണം വളരെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ എയർപോർട്ടുകളിൽ ഒന്നാണ് ദുബായ് എയർപോർട്ടും. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ പറയുന്ന മേഖലയിൽ ഹോസ്പിറ്റാലിറ്റി ടൂറിസത്തിലുള്ള അല്ലെങ്കിൽ ആ ഒരു പ്രൊഫഷണൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരുപാട് സാധ്യതയുണ്ട്. അപ്പം ഞാൻ അതിനകത്തിൽ ഏതൊക്കെ റോളുകളാണെന്നുള്ളത് പറയാം. ഹോട്ടൽ ഫ്രണ്ട് ഡെസ്ക് എക്സിക്യൂട്ടീവ്, അതുപോലെ F&B മാനേജർ, അതായത് ഫുഡ് ആൻഡ് ബിവറേജ് മാനേജർ, ഗസ്റ്റ് റിലേഷൻ എക്സിക്യൂട്ടീവ് ആൻഡ് ടൂർ ഗൈഡ്. ഇവർക്ക് കിട്ടുന്നൊരു ആവറേജ് സാലറി 5000 മുതൽ 10000 രൂപ വരെയാണ്. ക്രിയേറ്റീവ് റോൾസ്. ഇന്ന് ദുബായിലുള്ള ഏതൊരു ടൈപ്പ് ഫേം ആയിക്കോട്ടെ, റിയൽ എസ്റ്റേറ്റ് ആയിക്കോട്ടെ, മീഡിയ ആയിക്കോട്ടെ, ഹോസ്പിറ്റൽ ആയിക്കോട്ടെ, ഹോട്ടൽ ആൻഡ് ടൂറിസം ആയിക്കോട്ടെ, ഏതൊരു ഫേം ആണെങ്കിലും അവർക്ക് ഞാൻ ഈ പറഞ്ഞ മാർക്കറ്റിംഗ് വിങ് ഉണ്ടാവും. ഈ മാർക്കറ്റിംഗ് വിങ്ങിൽ ഇവരുടെ ബ്രാൻഡ് പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള അഡ്വർടൈസ്മെന്റ് ക്രിയേറ്റ് ചെയ്യാനും അത് ഡിസൈൻ ചെയ്യാനും അത് വിഷ്വലൈസ് ചെയ്യാനും അങ്ങനെ അതിനു വേണ്ടിയിട്ടുള്ള ആനിമേഷൻസ് വർക്കുകൾ ചെയ്യാനും ഇങ്ങനെയൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് ക്രിയേറ്റീവ് റോൾ ചെയ്യുന്ന ക്രിയേറ്റീവ്
ക്രിയേറ്റീവ് പ്രൊഫഷണൽസിനെ ഇവിടെ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു മേഖലയിലുള്ള ആളുകൾക്ക് വലിയ സാധ്യതയാണ് ഈ പറയുന്ന ദുബായിൽ ഇപ്പോൾ ഉള്ളത്. ഇപ്പം കോമൺ ആയിട്ടുള്ള കുറച്ച് ക്രിയേറ്റീവ് റോൾസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ UX ഡിസൈനർ, ഗ്രാഫിക് ഡിസൈനർ, ആനിമേറ്റർ, വീഡിയോ എഡിറ്റർ, വീഡിയോഗ്രാഫർ, ഫോട്ടോഗ്രാഫർ, മോഷൻ ഗ്രാഫിക് ഡിസൈനർ, ഇങ്ങനെയൊക്കെയുള്ള ഈ പറയുന്ന റോളുകളിൽ വർക്ക് ചെയ്ത് പരിചയമുള്ളവരോ അല്ലെങ്കിൽ ഫ്രഷേഴ്സിനോ ഒക്കെ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇവിടെ കയറി വരാം. ഇവിടെ നിങ്ങൾക്ക് ജോലി സാധ്യത വളരെ കൂടുതലാണ്. ഇനി ഇവർക്ക് കിട്ടുന്ന ഒരു ആവറേജ് സാലറി എത്രയാണെന്ന് ചോദിച്ചാൽ 6000 ദിർഹംസ് മുതൽ 12000 ദിർഹംസ് വരെയാണ് ഇവർക്ക് കിട്ടുന്ന ഒരു ആവറേജ് സാലറി. ഹെൽത്ത് കെയർ ശരിക്കും പറഞ്ഞാൽ ഈ യൂറോപ്പിലോട്ടുള്ള ഒരു മൈഗ്രേഷനിൽ ഏറ്റവും കൂടുതൽ ഹെൽത്ത് കെയർ അല്ലെങ്കിൽ ഹെൽത്ത് പ്രൊഫഷണലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ ഈ പറയുന്ന യൂറോപ്യൻ കൺട്രികളിലോട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നത്. അതായത് നഴ്സസ് ആവാം, ഡോക്ടേഴ്സ് ആവാം, ലാബ് ടെക്നീഷ്യൻ, ഫാർമസിസ്റ്റ്, എക്സ്റേ ടെക്നീഷ്യൻ, തെറാപ്പിസ്റ്റ്, ഇങ്ങനെയുള്ള ഹെൽത്ത് കെയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവരും യൂറോപ്പിൽ. കാര്യം എന്താ വെച്ചാൽ ഈ പറയുന്ന യൂറോപ്യൻ രാജ്യത്തിലൊക്കെ ഹെൽത്ത് കെയർ പ്രൊഫഷൻസിനെ ഒരുപാട് ആവശ്യമുണ്ട്. ലൈക്ക് ഈ പറയുന്ന ഏജ് കെയർ ഹോമിലേക്ക് ആവശ്യമുണ്ടാവും, അതേപോലെ ഹോസ്പിറ്റലിലേക്കൊക്കെ ആവശ്യമുണ്ടാവും. അപ്പം അതുകൊണ്ട് തന്നെ ഇവർക്ക് പെട്ടെന്ന് ജോലി കിട്ടി പോകാനുള്ള സാധ്യതയുണ്ട്. പണ്ട് ഈ യൂറോപ്പ് ട്രെൻഡ് വരുന്നതിന് മുമ്പ് ഈ പറയുന്ന ആളുകളെല്ലാം ഈ പറയുന്ന മിഡിൽ ഈസ്റ്റിലോട്ടൊക്കെയായിരുന്നു വന്നുകൊണ്ടിരുന്നത്. പിന്നീട് ഈ യൂറോപ്പ് ട്രെൻഡ് ആയപ്പോൾ ഇവരെല്ലാവരും ഇവിടുന്ന്, ഇപ്പം ദുബായ് വർക്ക് ചെയ്തവർ, സൗദി വർക്ക് ചെയ്തവർ, കുവൈറ്റ് വർക്ക് ഒക്കെ നേരെ ഇവിടുന്ന് നേരെ ഈ പറഞ്ഞ യൂറോപ്യൻ കൺട്രിയിലേക്ക് സിറ്റിസൺഷിപ്പോ അല്ലെങ്കിൽ PR കിട്ടി നേരെ പറന്നു പോവുക ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ വന്നതുകൊണ്ട് ഇവിടെ ഹെൽത്ത് കെയർ പ്രൊഫഷൻസിന് ഒരുപാട് ജോലി സാധ്യതകൾ വന്നു, ഒരുപാട് വേക്കൻസീസ് വന്നു. അതുകൊണ്ട് തന്നെ ഇവർ കൂടുതലും നമ്മുടെ നാട്ടിൽ നിന്നുള്ള ഇന്ത്യൻസ്, മലയാളികളൊക്കെയാണ് കൂടുതലും ഈ ഹെൽത്ത് കെയറിൽ പ്രിഫർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് സാധ്യത ഇപ്പോൾ ഉണ്ട്. ഇനി ഇപ്പം നിങ്ങൾ കയറി വന്നാൽ കൊള്ളാം. കാര്യം ഈ പറയുന്ന യൂറോപ്പിലൊക്കെ ആൾക്കാർ തിരിച്ച് വന്നു തുടങ്ങി കഴിഞ്ഞാൽ അവരൊക്കെ വേറെ ഓപ്ഷനില്ല. നാട്ടിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു നേഴ്സിന് 15000 രൂപ ശമ്പളത്തിൽ നിൽക്കത്തില്ലല്ലോ. 2.5 ലക്ഷം രൂപ 3 ലക്ഷം രൂപ സാലറി മേടിച്ച ഒരു നേഴ്സ് നാട്ടിൽ പോയിട്ട് 10000 നിൽക്കത്തില്ല. അതുകൊണ്ട് തന്നെ അവർ തിരിച്ച് നേരെ ഇവിടെ വരും. ടാക്സ് ഇല്ല, കിട്ടുന്ന പൈസ കയ്യിരിക്കും. എങ്ങനെയായാലും ഒരു നേഴ്സ് വന്നു കഴിഞ്ഞാൽ 1.5-2.5 ലക്ഷം രൂപയ്ക്ക് അകത്ത് സാലറി കിട്ടും. സോ അപ്പോൾ അവർ ബെറ്റർ, യൂറോപ്പില്ലെങ്കിൽ ബെറ്റർ നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന മിഡിൽ ഈസ്റ്റ് ആണ് അല്ലെങ്കിൽ ദുബായ് ആണ്. അപ്പോൾ ഇങ്ങോട്ട് കയറി വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇപ്പം നാട്ടിലൊരു നേഴ്സിംഗ് കഴിഞ്ഞവരോ അല്ലെങ്കിൽ ഹെൽത്ത് കെയറിൽ ഏത് പ്രൊഫഷൻ ആയിക്കോട്ടെ, നിങ്ങൾ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിസയൊക്കെ എടുത്തിട്ട് ഇപ്പം കയറി വന്നാൽ നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റീസ്, നല്ലൊരു ഹോസ്പിറ്റലൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ പറ്റും. നേഴ്സിന് എങ്ങനെ ദുബായ് വരണം എന്നുള്ളതിനെ കുറിച്ച് ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. നിങ്ങൾ ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും ഈ ഒരു നേഴ്സിനെ വരാനെ കൊണ്ട് എന്തൊക്കെ ഡോക്യുമെന്റ് വേണം, എന്തൊക്കെ സർട്ടിഫിക്കറ്റ്, എന്തൊക്കെ കോഴ്സും എന്തൊക്കെ എക്സാമും പാസ് ആവണമെന്നുള്ളത്. നിങ്ങൾ ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ ഇനി ഈ ഹെൽത്ത് കെയറിലുള്ളൊരു കുറച്ച് കോമൺ റോളുകൾ എന്തൊക്കെയാണ് ഞാൻ പറയാം. നേഴ്സ്, ഡോക്ടേഴ്സ്, മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യന്, റേഡിയോളജിസ്റ്റ്, ഫാർമസിസ്റ്റ്, മെഡിക്കൽ സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ്സ്. ഇനി ഇവർക്ക് കിട്ടുന്ന ഒരു ആവറേജ് സാലറി റേഞ്ച് 7000 മുതൽ 12000 ദിർഹംസ് വരെയാണ്. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്. ഒരുപാട് എക്സ്പാറ്റ്സിൻ്റെ ഒരു വലിയൊരു ഹ്യൂജ് പോപ്പുലേഷനാണ് ഇപ്പോൾ ഈ പറഞ്ഞ ദുബായിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ഇൻ്റർനാഷണൽ സ്കൂളുകളും ഇവിടെ ഇപ്പോൾ ദുബായിൽ വരുന്നുണ്ട്. കാര്യം ഈ പറയുന്ന എക്സ്പാറ്റ്സിൻ്റെ കുട്ടികളുടെയൊക്കെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഒരുപാട് ഇൻ്റർനാഷണൽ സ്കൂളുകളും ഇപ്പം ദുബായിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന എഡ്യൂക്കേഷൻ മേഖലയിൽ ഒരുപാട് സാധ്യതയും വരുന്നുണ്ട്. ഇപ്പോൾ ഒരു എഡ്യൂക്കേഷൻ മേഖലയിലുള്ള ഒരു കോമൺ ആയിട്ടുള്ള കുറച്ച് റോളുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ടീച്ചർ, ടീച്ചിങ് അസിസ്റ്റൻസ്, അക്കാദമിക് കോർഡിനേറ്റർ, ESL അതായത് ഇംഗ്ലീഷ് ആസ് എ സെക്കൻഡ് ലാംഗ്വേജ് ടീച്ചർ. ഇനി ഈ ഒരു എഡ്യൂക്കേഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് കിട്ടുന്ന ഒരു ആവറേജ് സാലറി 7000 മുതൽ 12000 ദിർഹംസ് വരെയാണ്. സോ അപ്പോൾ ഈ പറഞ്ഞ ജോബ് പ്രൊഫഷൻസ് ഒക്കെയാണ് ദുബായിൽ ഫ്രഷേഴ്സിന് ഹൈലി പെയ്ഡ് ആയിട്ടുള്ള ജോബ് ടൈറ്റിലുകൾ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പം ഈ യൂറോപ്പിൽ പോകാൻ പറ്റാത്തവരും അല്ലെങ്കിൽ യൂറോപ്പിൽ പോയിട്ട് പണി കിട്ടിയിട്ട് തിരിച്ചു വരുന്ന ആൾക്കാരും ഫസ്റ്റ് ഓപ്ഷനായിട്ട് അല്ലെങ്കിൽ ഫസ്റ്റ് ചോയ്സ് ആയിട്ട് ദുബായ് ചൂസ് ചെയ്യാനുള്ള കാരണം ദുബായിൽ ടാക്സ് ഇല്ല. ഈ പറയുന്ന ഏത് യൂറോപ്യൻ കൺട്രി, കാനഡ, ഓസ്ട്രേലിയ, US, UK എവിടെ പോയാലും അവിടെ നിങ്ങൾ ഏൺ ചെയ്യുന്ന മണിയുടെ ഇത്ര പെർസെൻറ്റേജ് നിങ്ങൾ ടാക്സ് ആയിട്ട് അവിടുത്തെ ഗവൺമെൻറ് നിങ്ങൾ കൊടുക്കണം. എന്നാൽ ദുബായിൽ 0 ടാക്സ് ആണ്. നിങ്ങളൊരു 100 ദിർഹംസ് നിങ്ങൾ ഏൺ ചെയ്താൽ അല്ലെങ്കിൽ നിങ്ങളൊരു 1000 ദിർഹംസ് ഏൺ ചെയ്താൽ ഈ 1000 ദിർഹംസും നിങ്ങളുടെ കയ്യിൽ വരും. നിങ്ങൾക്കത് വേണമെങ്കിൽ ഈ 1000 നിങ്ങൾക്ക് നാട്ടിലോട്ട് അയക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിന് യൂസ് ചെയ്യാം. ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ഈ ആളുകൾ ഈ യൂറോപ്പോ അല്ലെ അങ്ങനെയുള്ള കാര്യങ്ങൾ കൺട്രിയിൽ പോകാൻ പറ്റാത്തവരും അല്ലെങ്കിൽ താല്പര്യമില്ലാത്തവരും നേരെ ഫസ്റ്റ് ചോയ്സ് ആയിട്ട് ദുബായെ ചൂസ് ചെയ്യുന്നത്. സോ ഇങ്ങനെ ഇപ്പോൾ ആളുകൾ ഈ യൂറോപ്പ് സ്വപ്നം അങ്ങോട്ട് ഉപേക്ഷിച്ചിട്ട് അല്ലെങ്കിൽ മാറ്റി വെച്ചിട്ട് വീണ്ടും മിഡിൽ ഈസ്റ്റിലോട്ട് കയറി വരാൻ തുടങ്ങി. അപ്പം ഇങ്ങനെ ഈ മിഡിൽ ഈസ്റ്റിലോട്ടുള്ളൊരു അമിതമായിട്ടുള്ള ഈ പറയുന്ന ഉദ്യോഗാർത്ഥികളുടെയും അല്ലെങ്കിൽ ഈ പറയുന്ന ഇമിഗ്രേഷൻസിൻ്റെ ഒരു കടന്നു വരവോടുകൂടി നമ്മൾ ഈ പറയുന്ന ദുബായ് ഉൾപ്പെടെയുള്ള എല്ലാ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളും
മൈഗ്രേഷൻസിൻ്റെ റൂൾസ് കുറച്ചുകൂടെയൊക്കെ സ്ട്രിക്റ്റ് ആക്കി തുടങ്ങി. ശരിക്കും പണ്ടൊക്കെ, അതായത് ഞാനൊക്കെ ഈ ദുബായിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് വിസിറ്റ് വിസ എടുത്ത് ഇവിടെ വരാം, വിസിറ്റ് വിസ എടുത്ത് വന്ന് ജോലി നോക്കി, ജോലി കിട്ടിയിട്ട് നമുക്ക് ആ വിസിറ്റ് വിസയിൽ നിന്ന് റെസിഡൻസ് വിസയിലോട്ട് കൺവേർട്ട് ചെയ്ത് നമുക്ക് ഇവിടെ സ്റ്റേ ചെയ്യാം എന്നുള്ള ഒരു രീതിയൊക്കെ ആയിരുന്നു. എന്നാൽ ഇന്ന് അത് മാറി. പണ്ട് വിസിറ്റ് വിസ എടുക്കാനൊക്കെ ഉണ്ട് ഒരാഴ്ച, മാക്സിമം 2 ആഴ്ചക്കുള്ളിൽ നമുക്ക് വിസിറ്റ് വിസ കിട്ടി കയറിപ്പോരാം. ഇന്ന് ഇവിടെ ദുബായിൽ പോലും വിസിറ്റ് വിസയ്ക്ക് വരാൻ പോലും ഒരുപാട് റൂൾസും, അല്ലെങ്കിൽ ഇവിടുത്തെ വിസിറ്റ് വിസയ്ക്ക് വരാനുള്ള റൂൾസ് സ്ട്രിക്റ്റ് ആക്കി തുടങ്ങി. പണ്ട് നമുക്ക് വരുമ്പം ഈ പറഞ്ഞൊരു ഷോ മണി കാണിക്കേണ്ട, നമ്മളിവിടെ വരുന്നതിനുള്ള അക്കോമഡേഷൻ്റെ സോഴ്സ് കാണിക്കേണ്ട, റിട്ടേൺ ടിക്കറ്റ് കാണിക്കേണ്ട, ഇങ്ങനെയൊന്നും കാണിക്കേണ്ടായിരുന്നു. ഇപ്പം അതൊക്കെ മാറിയിട്ട് നമ്മളിങ്ങോട്ട് വരണമെങ്കിൽ ഒരു മിനിമം നമ്മുടെ അക്കൗണ്ടിൽ ഒരു ഷോ മണി, അത് ദർഹത്തിൽ കാണിക്കണം. പ്ലസ് നമുക്ക് ഇവിടെ വരുമ്പോൾ നമ്മുടെ അക്കോമഡേഷൻ എവിടെയാണെന്നുള്ളത് കാണിക്കണം. നമ്മൾ തിരിച്ചു പോകുന്നതിനുള്ള, പണ്ടൊക്കെ ഡെമ്മി ടിക്കറ്റ് ആയിരുന്നു, ഇന്ന് അങ്ങനല്ല. തിരിച്ചു പോകുന്നതിനുള്ള എക്സാക്റ്റ് എയർ ടിക്കറ്റ് ഉൾപ്പെടെ കാണിച്ചെങ്കിൽ മാത്രമേ നമുക്ക് വിസ കിട്ടൂ. ഈ ആൾക്കാരൊക്കെ വരുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നുണ്ട്, നാട്ടിൽ നമ്മുടെ രാഷ്ട്രീയ അണ്ണന്മാരും എല്ലാവരും കിടന്ന് നാടിനെ കുറിച്ച് പറയുന്നുണ്ട്, നാട്ടിൽ അവിടെ വരുന്നുണ്ട് IT ഹബ്ബ്, മറ്റേ ഹബ്ബ്, മർജിയ ഹബ്ബ് എന്നൊക്കെ പറഞ്ഞിട്ടും പിള്ളേർ പഠിത്തം കഴിഞ്ഞിട്ട് പുറം രാജ്യത്തോട്ട് വന്നെങ്കിൽ മാത്രമേ പിള്ളേർക്ക് അത്യാവശ്യം ശമ്പളം കിട്ടി ജീവിക്കാൻ പറ്റൂ എന്നുള്ളതാണ് ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. നാട്ടിൽ നിന്ന് തള്ളി മറിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, തള്ളി മറിക്കുന്ന ആൾക്കാരും മറ്റേ സോഷ്യൽ മീഡിയ പോരാളികളും ഒക്കെ തള്ളി മറിക്കുന്നുണ്ട് ജോലി ഉണ്ടെന്നൊക്കെ. പക്ഷേ ഈ തള്ളൽ മാത്രമേ ഉള്ളൂ എന്നുള്ളത് ഈ പുറത്ത് രാജ്യത്ത് നിൽക്കുന്നവർക്ക് അറിയാം. കാര്യം ആൾക്കാർ ഇങ്ങോട്ട് വിസിറ്റ് വിസ കയറി വരുന്നതുകൊണ്ട് നമുക്ക് കാണുമ്പോൾ അറിയാം ഈ തള്ളലൊക്കെ വെറുതെയാണ്, ഈ തള്ളലൊക്കെ വെറുതെ പേപ്പറിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലുള്ള തള്ളലൊന്നും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇനി ഇതുമായിട്ട് ബന്ധപ്പെടാത്തൊരു പ്രൊഫഷണലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ, അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇനി ഇതുപോലെയുള്ള ഈ ദുബായ് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളോ അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിലും, ഏതെങ്കിലും സബ്ജക്റ്റിനെ കുറിച്ചൊക്കെ സംസാരങ്ങളെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ അതിനെക്കുറിച്ചും ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെൽ ബട്ടൺ അമർത്തുക, ഫോളോ ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും മാസലാമ.